തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തായി സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് 1840കളിൽ നിർമ്മിച്ചൊരു കൊട്ടാരമാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം. രാവിലെ 9 മണി മുതലാണ് അകത്തേക്ക് പ്രവേശനം. പ്രവേശന കവാടത്തിൽ പുത്തൻമാളിക എന്ന് എഴുതി വച്ചിരിക്കുന്നതും കാണാം. ഒരു ചെറിയ ഇടനാഴിയിലൂടെ അകത്തേക്ക് പോയാൽ കൊട്ടാരവളപ്പിലേക്ക് എത്താം. തെക്കോട്ട് ദർശനമായിട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കാണുന്ന ഒരു ചെറിയ കെട്ടിടം പഴയകാലത്തെ അതിഥി മന്ദിരമാണ്. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പുറമേ 122 കുതിരകളെ പടയോട്ടത്തിനെന്നതുപോലെ നിരത്തി നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന് പേര് വന്നത്. 22 ഏക്കറോളം സ്ഥലത്ത് 4 കെട്ടിൻ്റെ ശൈലിയിൽ 2 നിലകളിലായിട്ടാണ് നിർമ്മാണം. തഞ്ചാവൂരിൽ നിന്നും വന്ന 5000-ഓളം ശില്പികൾ 4 വർഷത്തോളം കഠിനാധ്വാനം ചെയ്താണ് ഈ മനോഹരമായ കൊട്ടാരം നിർമ്മിച്ചത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ കൊട്ടാരത്തിന് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കുതിരമാളികയിൽ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു മ്യൂസിയവുമുണ്ട്.